ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വീണ്ടും ഒരവസരം കൂടി ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതുപോലെ അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. ഇത് രണ്ടും ഒരേ കാര്യം തന്നെ, ഒരേ സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. കർത്താവ് പ്രത്യക്ഷപ്പെടുകയും നാം കർത്താവിനോട് ചേർന്ന് കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടായിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് നടക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. കർത്താവിന്റെ നാൾ, കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ തെറ്റായിരിക്കുന്ന, വികലമായിരിക്കുന്ന പഠനങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളും നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങളാണ് സുബോധം വിട്ട് നമ്മെ മാറ്റുന്ന നിലയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ നാളിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ. 1, വല്ല ആത്മാവിനാലോ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവല്ലാതെ മറ്റൊരാത്മാവ് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുവാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. നമുക്കറിയാമല്ലോ, ദൈവാത്മാവ് അല്ലാതെ ധാരാളം ആത്മാക്കൾ, എന്ന് വെച്ചാൽ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളല്ല, മറിച്ച് പൈശാചികമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ആത്മാക്കൾ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തോട് അതിനെ കോപ്പിയടിക്കുന്ന, അതാണ് എന്ന് മനുഷ്യർക്ക് തോന്നുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള സംവിധാനത്തിലുള്ള ആത്മാക്കളും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചാലും ധാരാളം ഉപദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കർത്താവിന്റെ വരവിന്റെ ദിവസം പോലും പ്രവചിച്ച് പറയുന്നതായിട്ടുള്ള ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസത്തെ ഒരു തീയതി കുറിച്ചു വെച്ചുകൊണ്ട് അന്ന് കർത്താവ് വരും എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി. പിന്നെ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ, ഇവിടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ ദൈവവചനം എന്നുള്ള നിലയിലല്ല. പക്ഷേ ദൈവവചനം തന്നെ എടുത്തുകൊണ്ട് സ്വയമായ ഒരു വ്യാഖ്യാനം, ദൈവവചനത്തിന്റെ മറ്റ് പ്രമാണങ്ങളോട് യോജിക്കാത്ത നിലയിലുള്ളതായ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനും ദൈവത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും അനേക ആളുകളും ദൈവവചനം, ബൈബിൾ തന്നെ എടുത്ത് പിടിച്ചുകൊണ്ട് അവരവരുടേതായ സങ്കല്പങ്ങളും
അവരവരുടേതായിട്ടുള്ള ഉപദേശങ്ങളും ദൈവവചനത്തിലെ ദൈവാത്മാവിനാൽ ഉദ്ദേശിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇന്ന് ഈ കർത്താവിന്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് ഉള്ള വളരെ സങ്കല്പങ്ങൾ കുത്തി നിറച്ചുകൊണ്ടുള്ളതായ ദൈവവചന പഠന ക്ലാസ്സുകൾ എന്നുള്ള നിലയിൽ യൂട്യൂബിലൊക്കെയും ലഭിക്കുന്നതായിട്ടുള്ള ക്ലാസ്സുകൾക്ക് ധാരാളം കേൾവിക്കാരുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ദൈവവചനം വളരെ കൃത്യമായി മനുഷ്യന്റെ രൂപാന്തരത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് പൊതുവെ ആളുകൾക്ക് സമയമില്ല, താല്പര്യമില്ല. അത് കേൾക്കാൻ മനസ്സ് വെക്കുന്നവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ മനുഷ്യരുടെ സങ്കല്പങ്ങളും അല്ലെങ്കിൽ ആവേശമുണർത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ മുൾമുനയിൽ നിർത്തി മനുഷ്യരെ ത്രസിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളും അതിനെ മുതലെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനം, അപ്പോൾ പൗലോസ് അപ്പോസ്തലനൊക്കെ ലേഖനം പല സഭകൾക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു എന്നുള്ള നിലയിൽ ലേഖനങ്ങൾ ഒരുപക്ഷെ അന്ന് പല ആളുകളും പല സഭകളിലേക്കും അയച്ചിരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പൗലോസ് അപ്പോസ്തലന്റെ അറിവ് കൂടാതെ. അതുകൊണ്ടായിരിക്കണം ഓരോ ലേഖനവും തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ഇത് ആരാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ആരെ കൊണ്ടാണ് എഴുതിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്വന്തം കൈയാൽ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് പൗലോസ് അപ്പോസ്തലന്റെ പോലും ലേഖനങ്ങളെ അനുകരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ കൊടുക്കുന്നതായ വ്യാജമായിട്ടുള്ള ആളുകൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പ്രിയമുള്ളവരെ, ഇന്നും ഈ കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ളതായ പ്രസംഗങ്ങൾക്ക് ഏറെ കേൾവിക്കാരുണ്ട്. എന്നാൽ കർത്താവിന്റെ വരവ് എന്നുള്ളതൊന്നും നമുക്ക് അറിയുന്നില്ല. കർത്താവിന്റെ വരവ് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുമെന്നുള്ള വിശ്വാസത്തിൽ ഒരുക്കത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് ദൈവിക പ്രമാണം. അങ്ങനെ തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളൊക്കെയും വിശ്വസിച്ചിരുന്നത്. ഈ തെസലോനിക്ക സഭയിലെ വിശ്വാസികൾ പോലും അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതിനെക്കുറിച്ച് ഒന്നാമത്തെ ലേഖനം പഠിച്ചപ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അതല്ലാതെ കർത്താവിന്റെ വരവിന് ഒരു തീയതി കുറിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു വേദഭാഗം വായിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് കർത്താവ് മനഃപൂർവ്വമായിട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഒരു അവ്യക്തത അതിനകത്തുണ്ട്. അപ്പോൾ കർത്താവ് തന്നെ അവ്യക്തമായി പറഞ്ഞിരിക്കുന്ന, നമുക്ക് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ കൃത്യമായി പറയുവാൻ കഴിയാത്ത നിലയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് യോഗ്യം. കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ അതെന്താണ് എന്ന് ശിഷ്യന്മാർ തന്റെ സ്വർഗാരോഹണത്തോടനുബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് പുത്രൻ കൂടി അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് പുത്രൻ കൂടി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പുത്രൻ അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, പിതാവ് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണതല്ലാതെ നമ്മുടെ കർത്താവിന്റെ സർവജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ അതല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് ചോദിച്ച ആളുകൾക്ക് അതറിയുവാനായിട്ടുള്ള അവകാശമില്ല എന്ന് കർത്താവ് അത് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ നാമും ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കർത്താവ് ഇപ്പോൾ വരും, അല്ലെങ്കിൽ ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ ആളുകൾ ഡേറ്റ് വെച്ച് പറയുന്നത് ഒരിക്കലും യോഗ്യമല്ല. കർത്താവ് ഇന്ന് രാത്രി വേണമെങ്കിലും വരാം. കർത്താവിന്റെ വരവ് കള്ളനെ പോലെ എന്ന് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ശിഷ്യന്മാര് കർത്താവിന്റെ വരവിനെ കുറിച്ചും ലോകാവസാനത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ
അതിനെക്കുറിച്ചൊരു മറുപടിയൊക്കെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞു. എന്നാൽ തുടർന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 10 കന്യകമാരെ കുറിച്ചുള്ള ഉപമ, അത് ഒരുങ്ങിയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഉപമയായിരുന്നു. രണ്ടാമത് പറഞ്ഞത് താലന്തുകളുടെ ഉപമ. അപ്പോൾ ഒരുക്കം വേണം. രണ്ടാമത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മീകമായ ഉത്തരവാദിത്വങ്ങൾ നാം ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത് കർത്താവ് പറഞ്ഞത് വെള്ളസിംഹാസനത്തിലുള്ള ന്യായവിധിയെ കുറിച്ചാണ്. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചോദിച്ചതായിട്ടുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് വരവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ആ വരവിനെ കുറിച്ച് എങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഒരുങ്ങിയിരിക്കുവാനും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ഒരു ന്യായവിധി വരുന്നുണ്ട് എന്നുള്ളതായൊരു മുന്നറിയിപ്പുമാണ് അതിനെ തുടർന്ന് കർത്താവ് കൊടുത്തത്. ഇന്ന് നമ്മെ സംബന്ധിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ വളരെ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ളതായ ക്ലാസ്സുകളൊക്കെ കേട്ട് അതിൽ നമുക്ക് ആകർഷണം തോന്നി അങ്ങനെ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്ന പ്രാസംഗികരുടെ അടിമകളായി പോകുവാനായിട്ടല്ല, മറിച്ച് നാം ഒരുങ്ങിയിരിക്കുക. 5 കന്യകമാർ അവര് ഒരുങ്ങിയിരുന്നത് പോലെ നാം ഒരുങ്ങിയിരിക്കുക. രണ്ടാമത് 5ഉം 3ഉം താലന്തുകൾ ലഭിച്ചതായിട്ടുള്ള ആളുകൾ ആ താലന്തുകളെ കൊണ്ട് വ്യവഹാരം ചെയ്ത് സ്വർഗരാജ്യത്തിന്, ദൈവരാജ്യത്തിന് സമ്പത്തുണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള ഒരു ന്യായവിധി വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞ് നാം നമ്മളുടെ ജീവിതത്തെ സൂക്ഷിക്കുക. ഈ കാര്യങ്ങളാണ് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ശരി, ഇവിടെയും ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. അപ്പോൾ ഇളകുക, ഞെട്ടിപ്പോവുക. അപ്പോൾ ഈ പ്രസംഗം നടത്തുന്നതായ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതായിട്ടുള്ള ആളുകൾ അവര് ആളുകളെ ഇളക്കുകയും ആളുകളെ ഞെട്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത് എത്രയോ സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് കേൾവിക്കാരെ കിട്ടണമെങ്കിൽ കേൾവിക്കാർക്ക് ആഘോഷമാക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ സുബോധം നഷ്ടപ്പെടുത്തുന്നതായ നിലയിലുള്ളതായ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അങ്ങനെ ഇളക്കാനും ഞെട്ടിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ നിലയിലായിരിക്കും അവരുടെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഇളകുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് സുബോധം നഷ്ടപ്പെടുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം സുബോധത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതായിട്ടുള്ള കാര്യമാണ്. നിർമ്മതരായി ജീവിക്കണം എന്നുള്ള വാക്ക് നമുക്ക് അതിനെക്കുറിച്ച് ആ വാക്കും സുബോധത്തോടു കൂടി, ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥം വരുന്നതായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ നിർമ്മതരായിരിക്കണം, അല്ലെങ്കിൽ സുബോധം വിട്ട് നമുക്ക് ഇളകി പോകാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ അന്നത്തെ പല ഉപദേശങ്ങളും കർത്താവ് വന്നു പോയി എന്ന് ഉപദേശിച്ചതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പല ദുരുപദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് വെച്ചാൽ ആ വാക്കിനെ, ആ വാചകത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് തിരുത്തി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യം തിരുത്തി എന്നുള്ള നിലയിലല്ല, മറിച്ച് അതിന്റെ ഒരു മറുവശം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയുമ്പോൾ പലരും പല വിധേനയും നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ അതിന്റെ പശ്ചാത്തലം. ഏത് കാര്യത്തെക്കുറിച്ച്? കർത്താവിന്റെ നാളിനെ കുറിച്ച്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പലരും പല വിധേനയും, ഒരു വിധേനയല്ല, പല വിധേനയും നിങ്ങളെ, അതായത് നമ്മെ ചതിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുബോധം വിട്ട് നമ്മള് ഞെട്ടിപ്പോവുകയോ ഇളകുകയോ ചെയ്യുവാനായിട്ട് പാടില്ല. ആരും നിങ്ങൾ ചതിക്കരുത് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ എഴുതുന്നത് ഇവിടെ എന്തിനെ കുറിച്ചാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത അഥവാ അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം, ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ വിശ്വാസ ത്യാഗം സംഭവിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണ്. നമുക്ക് ആ ഒരു കാര്യം
ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വിശ്വാസികൾ എന്ന് പേരുള്ളവരായിട്ടുള്ള അനേകം ആളുകളും അവർ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തിന് ഉടമകളല്ല. പ്രവൃത്തികളാൽ വെളിപ്പെടുന്നതായിട്ടുള്ള വിശ്വാസമുള്ളതായ ആളുകളല്ല എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് സഭകളൊക്കെയും അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് സഭകളുമൊക്കെ ഒരു പ്രസ്ഥാനമായി അങ്ങ് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മതമായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടും ദൈവജനവുമായിട്ടുമുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധവും സ്നേഹവും അതിലൂടെ വെളിപ്പെടുന്നതായിട്ട്, വിശ്വാസത്തിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള ബഹുമാനവും സ്നേഹവും ജീവിത മാതൃകയും ഒക്കെ വിട്ട് ഇന്ന് ചില സഭാ കൂടിവരവുകൾ അല്ല എങ്കിൽ പ്രോഗ്രാംസ്, സഭയുടെ ചില ചടങ്ങുകള്, ആചാരാനുഷ്ഠാനങ്ങള്, അതിൽ ആണ് അനേകരും ഇന്ന് ആശ്രയിക്കുന്നതും അതിലാണ് അവരുടെ ഭക്തിയെ അവര് വിലയിരുത്തുന്നതും. വളരെ കൃത്യമായി സഭായോഗത്തിന് പോയാൽ അതൊരു ഭക്തിയുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ദൈവഭയത്തിന്റെ ലക്ഷണമാണ്. അത് സഭായോഗത്തിന് പോകേണ്ടുന്നത് ആവശ്യമാണ്, ലക്ഷ്യമാക്കരുത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. പക്ഷേ ഈ കാതലായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നവീകരണം, രൂപാന്തരവും അതുപോലെ തന്നെ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള താലന്തുകളുടെ വ്യവഹാരവുമാണ്. ഇത് രണ്ടും മാറ്റിവെച്ചിട്ട് അതുപോലെ തന്നെ ഒരു ശരീരം എന്ന പോലെ നമ്മുടെ സഭയിലെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന പോലെ നമ്മുടെ സഭ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് മാറ്റിവെച്ചിട്ട് സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും പാട്ടുപാടുകയും പ്രസംഗിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാമ്പില്ലാത്തതായ ഒരു ജീവിതമായിട്ട് അതിരിക്കുന്നു, അർത്ഥമില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതം. അങ്ങനെയാണ് ഇന്ന് അനേക സഭകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള സ്നേഹവും അതിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളും ആത്മഫലവും ഒക്കെ നമുക്ക് ആളുകളുടെ ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആളുകളുടെ ജീവിതത്തിൽ അന്ത്യകാലത്ത് അങ്ങനൊന്നും ഉണ്ടാകുകയില്ല. അവിടെ ഭക്തിയുടെ വേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, അതിന്റെ ശക്തി ഉണ്ടാകുകയില്ല എന്ന് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ കർത്താവ് തന്നെ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സുസ്നേഹികളും തിരുവ്യാഗ്രഹികളും മുമ്പ് പറയുന്നവരും അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അത് ഇന്ന് സഭകളിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഒരു 50 വർഷം നാം പിന്നോട്ട് പോയാൽ അവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുകയും ജീവിത വിശുദ്ധി സൂക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് അനേകം ആളുകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ ഒരു 50 വർഷം പുറകോട്ട് പോയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടാണ് പ്രത്യേകിച്ച് ക്രിസ്തീയ ലോകത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും മതപതനത്തിന്റെ കാലഘട്ടം. ഇതിനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അത് ഈ വിശ്വാസത്യാഗത്തിന്റെ പരിണിത ഫലമായിട്ടാണ് കർത്താവിന് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസം കണ്ടെത്തുവാൻ പ്രയാസമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ പൊതുവായിട്ട് സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വിശ്വാസത്യാഗത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നാം പരിശോധിക്കേണ്ടത് നമ്മളുടെ വിശ്വാസം ഒരു യഥാർത്ഥ വിശ്വാസമാണോ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും കാണുന്നതായ അനേക വിശ്വാസികൾ എന്ന് പറയുന്നവരുടെയും വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ അതുമായിട്ട് നമ്മുടെ വിശ്വാസത്തെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആരും അത്ര മോശക്കാരാണ് എന്ന് നമുക്ക് തന്നെ തോന്നാനിടയില്ല. എന്നാൽ ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായ ആ വിശ്വാസത്തിന്റെ തലം, അത് വെച്ച് മാത്രമാണ് നമ്മളുടെ വിശ്വാസത്തെ നാം താരതമ്യം ചെയ്യുവാനോ വിലയിരുത്തുവാനോ ശ്രമിക്കേണ്ടത്. നമ്മുടെ അയൽപക്കത്തോ അല്ലെങ്കിൽ സഭയിലോ ഉള്ളതായിട്ടുള്ള മറ്റ് സഭാംഗങ്ങളുടെയോ അയൽവാസികളുടെയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള മറ്റ് സഭകളിലെ ആളുകളുടെയോ വിശ്വാസത്തെ മാതൃകയാക്കിക്കൊണ്ട് നാം നല്ലവരാണ് എന്ന് നമ്മെക്കുറിച്ച് തന്നെ തോന്നിയാൽ
അതിൽ പ്രിയമുള്ളവരെ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിശ്വാസത്യാഗം ചുറ്റുപാടും നടക്കുന്നതുകൊണ്ട് അതിന്റെ ഒരംശം ഒരുപക്ഷെ അതിനാൽ നമ്മെയും അത് സ്വാധീനിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യൻ അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഈ നാശയോഗ്യൻ എന്നുള്ളതായിട്ടുള്ള പദം മറ്റൊരാളെ കുറിച്ചും ബൈബിളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെ കുറിച്ചാണ്? യൂദാസിനെ കുറിച്ച്, അല്ലേ? യൂദാസിനെ കുറിച്ചും ആ നാശയോഗ്യനല്ലാതെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അധർമ്മമൂർത്തി, അതായത് അധർമ്മത്തിന്റെ മൂർത്തിഭാവം എന്നുള്ള നിലയിലാണ്. അതായത് എല്ലാ അധർമ്മവും കേന്ദ്രീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരുവനും അതുപോലെ തന്നെ നാശത്തിനു വേണ്ടി മാത്രം യോഗ്യത, മാനസാന്തരപ്പെടുവാൻ കഴിയാത്ത നിലയിലുള്ളതായ ഒരു വ്യക്തി, അവരുടെ ഒരു വെളിപ്പാട് ഉണ്ടാകണം. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അന്ത്യക്രിസ്തുവിന്റെ വരവിന് ശേഷമാണോ അതിനു മുമ്പാണോ കർത്താവിന്റെ വരവ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തർക്കം ക്രിസ്തീയ ലോകത്ത് വളരെ വ്യാപകമാണ്. ആ ഒരു തലത്തിലേക്ക് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ ചിന്തയെ അങ്ങോട്ട് വിടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ഒരു വേദഭാഗത്തിൽ നിന്നും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഈ നിലയിലുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് പിന്നീട് സമയം പോലെ നമുക്കത് പഠിക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ യോഗ്യമായ ദൈവപ്രകാരമുള്ളതായ കാഴ്ചപ്പാടുകൾ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവനെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് പിന്നെ ചില വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ അവൻ ദൈവാലയത്തിൽ ഇരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. യെരുശലേമിൽ ഇനി ഒരു ദേവാലയം പണിയുമെന്നും ഈ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ഒരു സമാധാനത്തിന്റെ വക്താവായി ലോകത്തെ പ്രത്യക്ഷപ്പെടുമെന്നും അവൻ ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴാക്കി ഒരു 3.5 വർഷം ഒരു കേവലം സമാധാനത്തോടു കൂടിയുള്ള ഒരു ഭരണം ഉണ്ടാകുമെന്നും ആ 3.5 വർഷത്തിന് ശേഷം പിന്നെയുള്ള ഒരു 3.5 വർഷം മഹോപദ്രവത്തിന്റെ കാലഘട്ടമാണ്. അതിന്റെ തുടക്കത്തിലാണ് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. അന്ന് എല്ലാ മതങ്ങളും ക്രിസ്തു വിശ്വാസികളെ മാത്രമല്ല ലോകത്തിലുള്ള സർവ്വ മതത്തെയും മതപ്രസ്ഥാനങ്ങളെയും തന്റെ കീഴിലേക്ക് കൊണ്ടുവരുമെന്നാണ് അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഈ വേദഭാഗത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ സകലത്തിനും മീതെ ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ, അതായത് അന്ന് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റ് ഏത് മതസ്ഥരുടെയും മുകളിൽ താൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് തന്നെ ആരാധിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്നാണ് യഹൂദന്മാർ തന്നോട് ഇടയുന്നതും അതിനോട് ചേർന്നാണ് വലിയ ഒരു ഉപദ്രവം താൻ ലോകത്തിൽ നടത്തുന്നത്. അതിനെക്കുറിച്ചാണ് മഹോപദ്രവം എന്ന് പറയുന്നത് എന്നുമാണ് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അവൻ എതിരാളിയാണ്, നാശയോഗ്യനാണ്, അധർമ്മമൂർത്തിയാണ്, ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദേവാലയത്തിൽ തന്റെ പ്രതിമയെ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ താൻ തന്നെ ആ ദേവാലയത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ തന്റെ പ്രതിമയെ സ്ഥാപിക്കുകയോ ചെയ്യുന്നു, സകല മതങ്ങളെയും തന്റെ കീഴിൽ കൊണ്ടുവരുന്നു. ഇത്രയൊക്കെ അവൻ ചെയ്യുമെന്നാണ്. 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അപ്പൊ തെസ്സലോനിക്യ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് 1-ാമത്തെ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം ചിന്തിക്കുകയുണ്ടായി. ചില ആഴ്ചകളോ അല്ലെങ്കിൽ ചില മാസങ്ങളോ, ചുരുക്കം ചില മാസങ്ങളോ മാത്രമേ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ ഉണ്ടായിരുന്നുള്ളൂ? തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. അപ്പോൾ
ഈ കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ സഭകളിൽ വളരെ പ്രധാനമായിട്ട് വേണം. അത് തീയതി കുറിക്കുന്നതിനെ കുറിച്ചല്ല, അത് മറ്റ് കാര്യങ്ങളല്ല, മറിച്ച് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടല്ല, മറിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നമുക്ക് ലേഖനങ്ങളിലൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവ് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒരുക്കത്തെക്കുറിച്ചും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. അതിനെതിരായിട്ട് ഉള്ള പ്രബോധനങ്ങൾ പലപ്പോഴും അതിന് അക്കാഡമിക് വാല്യൂ മാത്രമേ ഉള്ളൂ, അതല്ലാതെ അതിന് പ്രായോഗികമായിട്ടുള്ള ഒരു മൂല്യവും നമുക്ക് ലോകത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ചുള്ളതായുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട്, ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതായുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും അങ്ങനെ മാനസാന്തരപ്പെട്ട് അവരുടെ ജീവിതത്തെയൊക്കെ ശരിയാക്കി മുമ്പോട്ട് പോകുന്നു എന്നുള്ള നിലയിൽ ചിന്തിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്രയോ നമ്മുടെ സഭകളൊക്കെ നന്നായി പോകുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. 6-ാമത്തെ വാക്യം, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ ഈ അധർമ്മമൂർത്തിയുടെ അത് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അത് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ഈ തടുക്കുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ് എന്ന നിലയിലാണ്. രണ്ടാമത് കുറെ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് സഭയാണ് എന്നുള്ള നിലയിലാണ്. മൂന്നാമത് കുറച്ച് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് മിഖായേൽ പോലെയുള്ള ഏതോ ദൂതനാണ്, അല്ലെങ്കിൽ ദൂതനാണ് എന്നാണ്. അതിനൊക്കെ ചില വാക്യങ്ങൾ വചനത്തിൽ നിന്ന് അവരെടുക്കുന്നുമുണ്ട്. ദൂതനാണ് എന്ന് പറയുന്നത് ദാനിയേൽ പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് അതിന് ആധാരമായിട്ട് എടുക്കുന്നത്. അല്ല, ഇത് ചില രാഷ്ട്ര നേതാക്കന്മാരാണ് എന്നും ചിന്തിക്കുന്നതായ ആളുകളുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് അതിന് ആധാരമായിട്ട് അവരെടുക്കുന്നത്. എന്നാൽ അതൊന്നും അത് ആയിക്കൊള്ളണമെന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് സഭയും സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടല്ലോ. സഭയും പരിശുദ്ധാത്മാവും അത് രണ്ടും ഈ കാര്യത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. തടുക്കുന്നത് സഭയുടെ ഈ ലോകത്തുള്ള നിൽപ്പും സഭയിലൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നവരുടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമാണ് അതിനെ തടയുന്നത്. ഞാൻ അതിനെ ആ രണ്ട് കാഴ്ചപ്പാടുകളെയും ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഭയും പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തന കാലഘട്ടവും മാറുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഈ അന്ത്യക്രിസ്തു, അതല്ലെങ്കിൽ ഈ നാശയോഗ്യനായ അധർമ്മമൂർത്തിയായ എതിരാളിയായിട്ടുള്ള ആൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഈ അധർമ്മമൂർത്തി വെളിപ്പെടും എന്ന് പറയുമ്പോൾ ആ അധർമ്മമൂർത്തിയുടെ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ അധർമ്മമൂർത്തിയുടെ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അധർമ്മമൂർത്തി വന്ന് ലോകത്തിൽ നടത്തുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരളവിൽ ക്രിസ്തീയ ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വിശ്വാസികളെ, ദൈവമക്കളെ പീഡിപ്പിക്കുക. നമുക്കറിയാം, കർത്താവിന്റെ നാൾ മുതൽ, കർത്താവിനെ അവര് ക്രൂശിച്ചല്ലോ. കർത്താവിന്റെ നാൾ മുതൽ അപ്പസ്തോലന്മാരുടെ കാലഘട്ടങ്ങളിലെല്ലാം അതിനുശേഷവും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ അനേകരെ ലക്ഷങ്ങള് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ അധർമ്മത്തിന്റെ മർമ്മം, അധർമ്മമൂർത്തി വന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്യുമോ അതിന്റെ അത്രയും വലിയ അളവിലല്ലെങ്കിലും അതിന്റെ ചെറിയൊരു അളവിൽ എല്ലാ കാലത്തും ലോകത്തിൽ അതിന്റെ ഒരു മർമ്മം വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രമാണ്. അപ്പോൾ തടുക്കുന്നതായ ആൾ സഭ,
പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ അധർമ്മത്തിന്റെ മർമ്മമാണ് ചെറിയ തോതിൽ വ്യാപരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു മൂർത്തിഭാവം നമുക്ക് ഈ സഭ മാറ്റപ്പെട്ടാൽ ലോകത്തിൽ വെളിപ്പെടും എന്ന് നമ്മൾ കാണുന്നു. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. കർത്താവിന്റെ വരവുകൾ ഈ അധർമ്മമൂർത്തിയെ തന്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അതിനുശേഷമാണ് കർത്താവ് ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ നാളെടുത്തു. കർത്താവ് എന്ന് വരും നമുക്കറിയില്ല. പക്ഷെ എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്. നമുക്കൊരുങ്ങാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.